നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കൂടെ നിൽക്കുന്ന കൂടപ്പിറപ്പുകളെ പോലും ചതിക്കാൻ മടിയില്ലാത്ത ചെകുത്താന്മാരുടെ രാജാവാണവൻ. പിന്നെ എന്നെ അവൻ ചതിച്ചില്ല, അത്ഭുതപ്പെടാനുണ്ടോ? എത്ര കാലമായെന്നറിയോ ഞാനും എൻ്റെ ഭാര്യയും സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. കണ്ണടച്ചാല് ഒരു കുഞ്ഞിന്റെ കരച്ചില മനസ്സ് നിറയെ. അവളെ അവൻ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്നുള്ള വിശ്വാസമായിരുന്നു എൻ്റെ ഏക ആശ്വാസം. അവൻ ചോദിച്ചത് മുഴുവൻ കണ്ണടച്ച് വാരിക്കോരി കൊടുത്തത് അതുകൊണ്ടായിരുന്നു. അവൻ്റെ മുഴുവൻ വളർച്ചയും എൻ്റെ പണത്തിൻ്റെ പിൻബലമാണ്. മാണിക്യമംഗലത്തെ ഓരോ മണൽത്തരികളും എന്നോട് കടപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും എന്നോടവൻ കാണിച്ചത് നെറുകേട്. ദൈവത്തെ പോലെ കാണേണ്ട എന്നെ ഇടങ്കാലം കൊണ്ട് തൊഴിച്ചെറിഞ്ഞില്ലവൻ. എന്നിട്ട് അവനിപ്പോ എന്നെ അറിയില്ലെന്ന്. നീ പറ ചന്ദ്രദാസേ, ഞാൻ എന്താ ചെയ്യണ്ടേ? കൊല്ലണം. അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അയാൾ അർഹിക്കുന്നില്ല. കൊല്ലാതെ വിട്ടത് ഞാൻ ചെയ്ത തെറ്റ്. ഇന്നല്ല, അവൻ എന്നെ ചതിച്ചു എന്നറിഞ്ഞ എൻ്റെ അടുത്ത നിമിഷം അന്നേ ഞാനിത് ചെയ്യേണ്ടതായിരുന്നു. അല്ല, ഇനിയെങ്കിലും അവളോട് സത്യങ്ങൾ തുറന്നു പറയണ്ടേ? വേണ്ട, തൽക്കാലം അത് വേണ്ട ചന്ദ്രദാസേ. എന്താ, അവള് വിശ്വസിക്കില്ലെന്ന് വിചാരിച്ചിട്ടാണോ? സാരമില്ല, അതെനിക്ക് വിട്ടേക്ക്. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അതല്ല ചന്ദ്രദാസ്, ചിലപ്പോ അവൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് വരില്ല, താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ സംഭവിച്ച അവൾ എന്നേക്കുമായി ഞങ്ങൾക്ക് നഷ്ടപ്പെടും. അവളോട് പറയേണ്ടത് നമ്മളല്ല, അവനാ, വിശ്വനാഥൻ. അവനെ കൊണ്ട് പറയിപ്പിക്കാനാ നമ്മളിപ്പോ പോകുന്നത്. അതെ, അവന്റെ നാവുകൊണ്ട് ആ സത്യം കേൾക്കാൻ അവളെയും കൂട്ടി നമ്മൾ മാണിക്യമംഗലത്തേക്ക് പോകുന്നു. അഥവാ അവൻ സമ്മതിച്ചില്ലെങ്കിൽ നമ്മളവനെ കൊല്ലാക്കൊല ചെയ്യും. മാണിക്യമംഗലത്തുനിന്ന് കുടിയിറക്കും. അതിനവൻ ഒരുക്കമില്ലെങ്കിൽ കൊല്ലും ഞാൻ അവനെ. ചന്ദ്രദാസ് എന്റെ കൂടെ നിൽക്കില്ലേ? സംശയം എന്താ? ഒരു വലിയ ആപത്തിൽ നിന്നും എന്നെ രക്ഷിച്ചതുകൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ ഭാഗത്ത് സത്യവും ന്യായവും ഉണ്ടെന്ന് 100% ബോധ്യമുള്ളതുകൊണ്ട് കൂടിയാ. ഞാനുണ്ടാവും ഇനി മുതൽ എന്തിനും ഏതിനും ഈ ചെട്ടിയാർക്കൊപ്പം.